ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു ചോളത്തിന്റെ കുരു പാവിയിരുന്നു. അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പല പച്ചക്കറികൾ എടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കണ്ടിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാണ്ട് ഇതിന്റെ വിശദമായിട്ടുള്ള രൂപങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞു തരാം. ഞാൻ അന്ന് വീഡിയോ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഞാൻ ആദ്യമായിട്ടാണ് ചോളകൃഷി ചെയ്യുന്നത്, എനിക്കിത് ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളതാണ്. ഞാൻ മുളയ്ക്കുമെന്ന് തന്നെ എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്തൊരു സംഭവമാണ് നമ്മുടെ ഈ ചോളം. അപ്പൊ നമ്മൾ ഈ 5 എണ്ണത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ കുരു കുഴിച്ചിട്ടു. അപ്പൊ കുഴിച്ചിട്ടെന്ന് കഴിഞ്ഞാണെങ്കിൽ പിന്നെ നട്ട രീതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഗ്രോ ബാഗിന്റെ ഏറ്റവും അടിയിലായിട്ട് കുറച്ച് കരയിലിട്ടുണ്ടായിരുന്നു. ഈ കരയിൽ ഇട്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മണ്ണ് ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കുരു പാവിരുന്നത്. ഈ കുരു പാവി കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനെ 3-4 സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഈ ഗ്രോ ബാഗ് നിറച്ചിട്ടുള്ളത്. ഒറ്റയടിക്കല്ല നിറച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നിറച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കുറച്ച് ചാണപ്പൊടിയും കൂടി ഇട്ട് വന്നിരുന്നു. അപ്പോൾ നമ്മൾ മണ്ണിടുമ്പോൾ കുറച്ച് ചാണപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് ഞാൻ ഇട്ടതിന് ശേഷം ഒരു 4 പ്രാവശ്യം ഇട്ടതിന് ശേഷമാണ് ഈ ഗ്രോ ബാഗിനെ ഞാൻ നിറച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. എന്നിട്ടും എനിക്ക് ഈ സാധനം ഇപ്പൊ ഉണ്ടായി തുടങ്ങി. ഇപ്പൊ നമുക്ക് ചോളം, ദൈവം സഹായിച്ചു ചോളം ഉണ്ടായി. അതെനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷമാണ് കേട്ടോ. കാരണം ഞാൻ അങ്ങനെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയിട്ട് ഞാൻ ചെയ്യുന്നത് എന്തായാലും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണല്ലോ. എന്നിരുന്നാലും എനിക്ക് അറിയാത്തതിന്റെ പേരിൽ ഇത് എന്താവും എന്നുള്ളത് എനിക്കൊരു മനസ്സിനൊരു ശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ സന്തോഷകരമായിട്ട് ഇതാ പൂത്തു, ഇവിടെ ചോളം ഉണ്ടായി. മനസ്സിന് വളരെ സന്തോഷമായി. അപ്പൊ എനിക്ക് തോന്നി നിങ്ങളും കൂടി ഇതൊന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾക്കും ഇത് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ ഇത് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എനിക്ക് എന്തോ ഒരു ഇത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യം ചെയ്യണതിന്റെ പേരിൽ ഈ ഗ്രോ ബാഗ് നമുക്ക് ഇത്ര ഉയരം പോരാ. ശരിക്കും മണ്ണിൽ നടാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതിന് മണ്ണിട്ട് കൊടുക്കാൻ, കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അതിനനുസരിച്ചുള്ള ഇത് കിട്ടും അതിന്. അപ്പൊ ഈ ഗ്രോ ബാഗിൽ നട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന്റെ പേരിൽ ഗ്രോ ബാഗിൽ നടുന്ന ആൾക്കാർക്ക് ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ ഈ ചാക്ക് വലിയ ചാക്കിയിലായിരിക്കണം നമ്മളത്, അല്ലെങ്കിൽ ഗ്രോ ബാഗ് എന്തെങ്കിലും ആഴം വലിപ്പം കൂടുതലാണ്, ഡ്രം ആയാലും മറ്റുള്ള എന്തെങ്കിലും ഇത്ര പോരാ, ഇതിന്റെ 2 അരി ഇത്രയെങ്കിലും വേണം. എന്നിരുന്നാലേ ഇതിന്റെ കടയ്ക്കും ഇതിന്റെ ബലവും നമുക്ക് മര്യാദയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കാറ്റത്തൊക്കെ ചിലപ്പോൾ ഇടിഞ്ഞൊഴിഞ്ഞ് വീഴും. പിന്നെ അതിന്റെ പേര് തന്നെയില്ല, ഇതിന്റെ പുഷ്ടി വരുന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ വേണം. മണ്ണും വളങ്ങളും അപ്പൊ ശരിക്കും വലിക്കാൻ പറ്റും. അതിന്റെ ഒരു ക്ഷീണം ഇതിനെനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു അടുത്ത പ്രാവശ്യം ഞാൻ ചെയ്യണമെങ്കിൽ ഗ്രോ ബാഗിൽ നടാണെങ്കിൽ ഇതേമാതിരി ഞാൻ ചെയ്യില്ല. അതിന്റെ പേരിൽ ഞാൻ പറയാനില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ അതൊരു ബുദ്ധിമുട്ടാവില്ലേ. അപ്പൊ അത് വേണ്ട. മണ്ണിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തോ, ചാണപ്പൊടി വളം കൊടുത്തുങ്ങാഞ്ഞിട്ട് നിങ്ങൾ ചെയ്തോ, നിങ്ങൾക്ക് ശരിക്കും ഉണ്ടാവും. പിന്നെ ഗ്രോ ബാഗ് നടേണ്ട കാര്യം പറയുമ്പോൾ, ഞാൻ ചാക്കിൽ നല്ല ആഴം കൂടിയ ഡ്രമ്മോ അല്ലെങ്കിൽ നല്ലൊരു ഇവിടെ ചാക്കുകൾ, വലിയ ചാക്കുകളിൽ നടുക. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് കിട്ടാനുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഉണ്ടാവും, നന്നായിട്ട് തന്നെ ഉണ്ടാവും. എനിക്കിപ്പോൾ ബോധ്യമായി. അതിന്റെ പേരിലാണ് എനിക്ക് ഈ സന്തോഷം. അതിന്റെ പേരിൽ ഞാൻ നിങ്ങളെ പങ്കുവെക്കാന്ന് വിചാരിച്ചത് കേടാ. അപ്പൊ അത് നന്നായിട്ട് ഉണ്ടായില്ലേ. അപ്പൊ ചോളം നമുക്ക് എല്ലാവർക്കും നട്ടു വളർത്താൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അതും നമുക്ക് എളുപ്പത്തിൽ, പെട്ടെന്ന് കൂടുതൽ സമയമൊന്നും ആയിട്ടില്ല. അപ്പൊ ഒരു 2 മാസം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും നമുക്ക് ഈ സാധനം ഇങ്ങനെയായില്ലേ. അപ്പൊ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. എല്ലാവരും ഇതേമാതിരി ചെയ്ത് കഴിഞ്ഞാൽ, സമയം കിട്ടുന്ന ആൾക്കാരൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവനവന് നല്ലത്. ഞാനതാ പറയുള്ളൂ. അപ്പൊ നമുക്കിത് ഉണ്ടായി കിട്ടാൻ പറ്റും. പിന്നെ ഇതിന്റെ വളങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മള് ഇവിടെ നമ്മുടെ പച്ചക്കറികള്, ഗ്രോ ബാഗുകൾ ഓരോന്ന് കാലിയാവണത് ഇവിടെ കൊണ്ടൊന്ന് കൂട്ടും. അതിനുശേഷം കുറച്ച് നമ്മുടെ കുമ്മായം കുറച്ചിടും. അതിനുശേഷം വീണ്ടും വേസ്റ്റ് കൊണ്ടിടും. അപ്പോൾ വേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുക്കള വേസ്റ്റും ചിലപ്പോൾ കുറച്ച് ദിവസം കൊണ്ടുവന്നിടും. അതേപോലെ തന്നെ ചായര ചണ്ടി കൊണ്ടിടും. പിന്നെ നമ്മളിപ്പം കുറച്ച് മണ്ണിന് കുറച്ച് മിക്സിങ് ആവാന്ന് വെച്ചപ്പോൾ ഒരു 5-8 പ്രാവശ്യം ഇങ്ങനെ ചെയ്തതിന്റെ പേരിൽ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് ചുമപ്പ മണ്ണ് മിക്സ് ചെയ്ത് കാഞ്ഞിട്ട് നോക്കാന്ന് വെച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ മണ്ണിനൊരു വ്യത്യാസം വരണ്ട. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മണ്ണ് കറക്റ്റ് അതിന്റെ ഫലങ്ങൾക്ക്, ചെടികൾക്ക് വലിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നി. അപ്പൊ അതിന്റെ പേരിൽ കുറച്ച് ചുമപ്പ മണ്ണ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ചുമപ്പ മണ്ണിന് ഇടുമ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ചുമപ്പ മണ്ണും കൂടി ഒരു അരച്ച ചട്ടിയും കൂടി മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഓരോ ചെടികൾ നടാൻ. ഞാൻ അങ്ങനെ ചെയ്യാൻ തന്നെ വിചാരിച്ചിട്ടിരിക്കുന്നു. ഒരുപാട് ചെടികൾ നടാനുണ്ട്. ഒരുവിധം ഞാൻ നട്ടിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ഇല്ലാത്ത സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ വെച്ച് ഇന്നവര് വെക്കാത്ത സാധനങ്ങൾ വെക്കാനാണ് എനിക്കിപ്പോൾ താല്പര്യം തോന്നുന്നത്. അപ്പോൾ ഉണ്ടാവാത്ത ചോളം ഉണ്ടായി കണ്ടപ്പോൾ എനിക്ക് അതാ തോന്നണേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഉണ്ടാവാത്ത സാധനങ്ങൾ, നമ്മുടെ ഇവിടങ്ങളിൽ കൃഷി ചെയ്യാൻ പറ്റാത്ത
നമുക്ക് അങ്ങനത്തെ ഒരുപാട് നോർത്ത് ഇന്ത്യയിൽ മാത്രം ഉണ്ടായി വരുന്ന ഓരോ ഇതുകളുണ്ടല്ലോ, എല്ലാവിടെയും ഉണ്ടാവും, മണ്ണുണ്ടെങ്കിൽ എല്ലാവിടെയും ഉണ്ടാവേണ്ടതാണ്. അപ്പം അത് മനസ്സിലാക്കിയും കൊണ്ട് ഞാൻ ഓരോന്ന് ചെയ്യാൻ അടുത്ത ട്രിപ്പ് ഞാൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ആ ചെയ്യുന്ന ടൈമിൽ ഞാൻ അതേമാതിരി തന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതാണ് നമ്മളിപ്പോൾ ചോളം നട്ടിട്ട് ഇതാണ് ഇപ്പം നമ്മുടെ അവസ്ഥ. നന്നായിട്ട് ചോളം ആയിട്ട് എനിക്കിപ്പോൾ മനസ്സിന് സന്തോഷം. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ശരിക്കും, ഇത് ഉണ്ടാവാവോ എങ്ങനെയാവാവോ, നട്ടും ചെയ്തു ഇത് മോശമായി പോവാവോ. അപ്പോൾ കൂമ്പെടുത്തപ്പോൾ എനിക്ക് ആ മുളച്ചല്ലോ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം പറ്റുമ്പോൾ എന്നും വന്ന് നോക്കും. ഞാൻ നോക്കുമ്പോൾ ഒന്നും കാണാനൊന്നുമില്ല. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ നോക്കിയപ്പോണ്ട് ഇതുണ്ട്, പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പം ഇനി ചോളം ഇനിയിപ്പോൾ എവിടെ ഞാൻ എങ്ങനെയാണെന്നുള്ളത് അതും എനിക്കൊരു വെത്തുമ്പെടുത്തില്ലാണ്ടായിപ്പോയി. അങ്ങനെ നോക്കിയപ്പോണ്ട് ഞാൻ ഇവിടെ ചോളം ഒരെണ്ണത്തിന്റെ കണ്ടു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കിയപ്പോൾ അതിന്റെ കണ്ടു. ഇപ്പം ഇതിന്റെ അതെ ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, കണ്ടാ അല്ലേ, ഇതിനും ആയിട്ടുണ്ട്. ഇത് ഞാൻ ഇപ്പൊ കണ്ടാണ്, ഇപ്പൊ ഇവിടെ പിടിച്ചിങ്ങനെ നിന്നപ്പോൾ ഇതിന് മാറ്റാൻ നോക്കിയാണ് അപ്പോഴാണ് ഇതിനെ കണ്ടത്. അപ്പൊ ഇതിനെ അപ്പൊ എല്ലാത്തിൻ്റെയും കാണുന്നുണ്ട്. ഇനി എനിക്കൊരു സംശയം കൂടി ഉണ്ട് കേട്ടാ. കാരണം ഇതിമ്മ ഒരെണ്ണം തന്നെയാണ് ഉണ്ടാവുക അല്ലെങ്കിൽ വേറെ ഇനി ഉണ്ടാവുമോ എന്നുള്ള ആ ഒരു സംശയം കൂടി എനിക്കുണ്ട്. കാരണം ആദ്യമായി എൻ്റെ പേരിൽ ഞാൻ കണ്ടിട്ടില്ല, ഞാനിത് ആദ്യമായിട്ട് കാണുന്നതാണ്, ചെയ്തതുമാണ്. അപ്പൊ അതിന്റെ പേരിൽ ഇപ്പൊ ഇങ്ങനെ ഇതിന്റെ ഗ്യാപ്പിൽ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു സംശയവും ഇനി വേറെ ഉണ്ടാവുമോ എന്നൊരു സംശയം. ആയ കഴിഞ്ഞാൽ ഭാഗ്യം, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നാണെന്നല്ലോ അതെനിക്കറിയില്ല. അപ്പം എന്തായാലും ഞാൻ അറിയാത്തൊരു കൃഷി ചെയ്ത് അപ്പം അതിൽ ഫലം കണ്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പം നിങ്ങളും ഇങ്ങനെ അറിഞ്ഞില്ലെങ്കിലും ഓരോ കാര്യങ്ങൾ ചെയ്തു നോക്കുക, നിങ്ങൾക്കും അതേമാതിരി തന്നെ നല്ലതായിട്ട് ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് വേറെ ഒരു അത്ഭുതകരമായിട്ടൊരു സാധനം കൂടി ഞാൻ നട്ടിട്ടുണ്ട്, അതും കൂടി ഞാൻ കാണിച്ചു തരാം. കാരണം അതൊക്കെ എനിക്ക് എൻ്റെ മനസ്സിൽ വന്നിട്ട് ഞാൻ ചെയ്യുന്ന സാധനങ്ങളാണ്. അതിനെ ഞാൻ അത്ഭുതം എന്ന് പറയുന്നുണ്ട്. അല്ലാണ്ട് ഇതിപ്പോൾ എല്ലാ വീടുകളിലൊക്കെ ചിലപ്പോൾ ഉണ്ടായിന്ന് വരും. പക്ഷെ അത് എന്നെ സംബന്ധിച്ച് അതൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. കാരണം എൻ്റെ മകൻ സാൻഡ്വിച്ച് കഴിക്കാൻ കൊണ്ടുവന്നപ്പോൾ അതിലൊരു അവക്കാടയുടെ കുരു ഉണ്ടായിരുന്നു. അപ്പൊ ആ അവക്കാട അവനെടുത്തതിന് ശേഷം അതിന്റെ കുരു ഞാൻ പറഞ്ഞു, മോനെ അത് കളയേണ്ട അവിടെ വെച്ചേക്കാൻ പറഞ്ഞു. ഞാനിട്ട് ആ കുരു എടുത്ത് ഞാനൊരു കിറ്റിൽ പാവി അതിന് മുളപ്പിച്ചു. ആ മുളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അത് എനിക്കിത് അറിയില്ല, ഇത് അവക്കാട മുളക്കുകയോ എങ്ങനെയാണെന്ന് എനിക്കൊന്നും അറിയില്ല. ഞാൻ കിറ്റിൽ കുറച്ച് മണ്ണിട്ടു കാര്യങ്ങൾ ചെയ്തു. അതിൽ വെച്ചതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് മുളച്ച് വന്നപ്പോൾ എനിക്കതൊരു സന്തോഷമായി. കാരണം ഇവിടെ അതും ചെയ്യാത്തൊരു കാര്യം തന്നെയല്ലേ. അങ്ങനെ ഞാൻ ഈ അവക്കാടനെ കൊണ്ടുവന്ന് ഇവിടെ കുഴിച്ചിട്ടു. ഇനി എന്താ ആവാന്നറിയാൻ വേണ്ടി ഇപ്പതേ അവക്കാട നമ്മുടെ ഇതേമാതിരി ആയിട്ട് വരുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല ചെടിയായിട്ട്. ഇനി കായും കൂടി ഉണ്ടാവണം. ഞാനൊന്ന് വന്ന് നോക്കുന്നുണ്ട് കായ ഉണ്ടോന്ന്. കായൊന്നും കണ്ടിട്ടുണ്ടായിട്ടില്ല. ഇപ്പൊ നട്ടിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 4 മാസമായിട്ടുള്ളൂ. അപ്പൊ ഇത്രയ്ക്ക് ആയിട്ടുണ്ട്. ഇനി ഇനി കായ ഉണ്ടാവുമ്പോ അതും നമുക്കൊരു അത്ഭുതമായിട്ട് തോന്നുന്നു. എനിക്ക് അത്ഭുതമായിട്ട് തോന്നുന്നു. മറ്റുള്ള വീടുകളിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അവർക്കതൊരു അത്ഭുതമാവില്ല, പക്ഷെ എനിക്കൊരു അത്ഭുതം. കാരണം ഞാനങ്ങനെ കാശ് കൊടുത്ത് മേടിച്ച വിത്തൊന്നല്ല, നമ്മൾ സാൻഡ്വിച്ച് കൊണ്ടുവന്നപ്പോൾ കഴിക്കാതെ നിർത്തല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു നായിപ്പോൾ നമുക്കൊരു മനസ്സിനൊരു സന്തോഷമുണ്ട്. അങ്ങനെയാണ് ഞാൻ ഓരോന്നും ചെയ്യാത്ത ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഇതുള്ളത്. അതാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. മറ്റുള്ള പച്ചക്കറികൾ എല്ലാവരും ചെയ്യുന്നതാണല്ലോ, എല്ലാവരും ചെയ്യുന്നുണ്ട്, കാര്യങ്ങളുണ്ട്. അതിന് വളവും മറ്റുള്ള കാര്യങ്ങളും എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ വളം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന വരെ വേറൊരു വളങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ തന്നെ ഇതിലിപ്പോൾ 2-3 വളങ്ങൾ, ഞാൻ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാൻ ഇട്ടിട്ടുണ്ട് 2-3 സൈസ് വളങ്ങൾ ഞാൻ പിടിച്ച് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വളങ്ങളൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ ഒരുവിധം കൃഷികളും ഞാൻ എനിക്ക് ആവശ്യമുള്ള എല്ലാ വക സാധനങ്ങളും ഞാൻ ചെയ്ത് എന്നെ കൊണ്ട് പരമാവധി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്ത് നോക്കുന്നുണ്ട്. ആ ഒരു അറിവ് നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്തുന്ന മാത്രമല്ല, അല്ലാണ്ട് വലിയതായിട്ടൊന്നല്ല കേട്ടാ. ഞാനപ്പോൾ ചെയ്യുന്ന എനിക്ക് കിട്ടിയ ലാഭം, എനിക്ക് കിട്ടിയ പച്ചക്കറികൾ, അപ്പം അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്നില്ല. അല്ലാണ്ട് വലിയ ഒരു ഇതായിട്ട് നിങ്ങൾ നോക്കല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ കൃഷികളൊക്കെ ചെയ്യുന്നത്. എനിക്കെല്ലാം നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ, ഒരു ഇതുമില്ല. ഞാൻ ഓരോ വീഡിയോ ഇട്ടുണ്ടായാലും നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ ഫലങ്ങളെ കുറിച്ച് കാണിട്ട് ഓരോന്നും. അങ്ങനെയാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ അവനവന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാം നമുക്ക് ചെയ്യാം. അപ്പോൾ ഗ്രോ ബാഗിൽ വയ്ക്കുന്നവർ ഗ്രോ ബാഗിൽ വയ്ക്കുക, ടെറസിൽ വയ്ക്കുന്നവർ അങ്ങനെ വെക്കുക, മണ്ണിൽ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ. മണ്ണിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. എല്ലാ ചെടികൾക്കും മണ്ണിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. കണ്ണില്ലാത്തവരും സൗകര്യക്കുറവുള്ളവരാണ് നമ്മുടെ ടെറസിലേക്ക് പോണത്. അപ്പം ടെറസിൽ ചെയ്യണവർ അത്ര തന്നെ നല്ല ഇഷ്ടത്തോടുകൂടി എനിക്ക് ടെറസിലൊക്കെ ചെയ്യാം. അപ്പം അവർക്കൊക്കെ നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടാവട്ടെ, നല്ല രീതിയിൽ ചെടികൾ വളർന്നു വരട്ടെ, എല്ലാവർക്കും സന്തോഷമാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാനും വിചാരിക്കുന്നു.